നമസ്കാരം. നല്ലൊരു രാഷ്ട്രീയക്കാരന് നല്ലൊരു രാജ്യസ്നേഹിയാകാൻ പറ്റുമോ? ഒരു തികഞ്ഞ രാജ്യസ്നേഹിയായ രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം എന്താകും? ഞങ്ങളുടെ കണ്ടെത്തലുകളിൽ ആ പേരുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഡോക്ടർ ശശി തരൂരാണ്. ഞാൻ ഹിന്ദുവാണ്, ദേശീയവാദിയാണ്, എന്നാൽ ഹിന്ദു ദേശീയവാദിയല്ല. ഈ വാക്കുകളിൽ തന്നെ തരൂരിൻ്റെ രാഷ്ട്രീയവും രാജ്യസ്നേഹവും വ്യക്തം. രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന അജണ്ടകൾ പോലും മറന്ന് രാജ്യത്തിനായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് തെല്ലും ഭയക്കാതെ നിലപാട് വിളിച്ചു പറയുന്ന വ്യക്തി. ഏറ്റവും വലുത് എൻ്റെ ഭാരതമാണ് എന്ന് പറയുന്ന വ്യക്തി. രാഷ്ട്രീയമേതും നോക്കാതെ രാഷ്ട്രത്തിനായി നെഞ്ചുയർത്തി പടനയിക്കും ശശി തരൂർ. രാഷ്ട്രീയത്തിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത, മലയാളം ഒഴുക്കോടെ സംസാരിക്കാൻ അറിയാത്ത തരൂരിനോട് പാരമ്പര്യമേറെ പറയാനുള്ള രാഷ്ട്രീയക്കാർക്ക് പുച്ഛമായിരുന്നു ആദ്യകാലത്ത്. എതിരാളികളിൽ നിന്നല്ല, സ്വന്തം പാർട്ടിയിൽ നിന്നുമാണ് തരൂരിന് അധികവും മുറിവേൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഹൈക്കമാൻഡിൻ്റെ KPCCയുടെ പോലും പിന്തുണയില്ലാതെ മാറ്റത്തിനായി വോട്ട് തേടി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു തരൂർ. യുദ്ധസമാന സാഹചര്യം രാജ്യത്തിന് നേരിടേണ്ടി വന്നപ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവാദങ്ങളിൽപ്പെട്ടു. എത്ര പേർക്ക് ഈ ഒരു ധൈര്യം ഉണ്ടാകും? 1956 മാർച്ച് 9 ലണ്ടനിൽ ചന്ദ്രൻ തരൂരിൻ്റെയും സുലേഖ മേനോൻ്റെയും മകനായി ജനിച്ച ശശി തരൂർ തൻ്റെ ബാല്യകാലം ഇന്ത്യയിലാണ് ചെലവഴിച്ചത്. കൊൽക്കത്തയിലും മുംബൈയിലുമായി കുട്ടിക്കാലം, ഇന്ത്യയിലും അമേരിക്കയിലുമായി വിദ്യാഭ്യാസം. ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഡോക്ടറേറ്റ് നേടുമ്പോൾ പ്രായം 22. 1978 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചു. UN-ൽ വാർത്താവിനിമയം കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു തരൂർ. കോഫി അന്നന് ശേഷം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും വിജയിക്കില്ല എന്ന ഘട്ടത്തിൽ പിന്മാറി. എഴുത്തുകാരൻ, കോളമിസ്റ്റ്, പ്രാസംഗികൻ എന്നീ നിലകളിലും പ്രഗത്ഭനാണ് തരൂർ. ഈ യോഗ്യതകൾ രാഷ്ട്രീയത്തിലേക്കുള്ള, കോൺഗ്രസിലേക്കുള്ള തരൂരിൻ്റെ സ്മൂത്ത് എൻട്രിയായി. 2009 തിരുവനന്തപുരത്ത് MP സ്ഥാനത്തിനായി തരൂർ മത്സരിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം അറിയില്ല, രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്നൊക്കെയായിരുന്നു ആക്ഷേപം. അതിന് അദ്ദേഹം മറുപടി കൊടുത്തത് 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ്. അന്ന് മുതൽ ഇന്നുവരെ തിരുവനന്തപുരത്തുകാർ തരൂരിനെ കൈവിട്ടിട്ടില്ല. എതിരെ നിൽക്കുന്നത് ആരായാലും പാർട്ടിയുടെ ആത്മവിശ്വാസമായി, ഉറച്ച മതിലായി തരൂർ തിരുവനന്തപുരത്ത് നിലകൊണ്ടു. രാഷ്ട്രീയത്തിൽ അരങ്ങേറിയ കാലം മുതൽ വിവാദങ്ങൾ തരൂരിനെ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരുന്നു. 2008 കൊച്ചിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ദേശീയഗാനം ആലപിക്കുമ്പോൾ അമേരിക്കൻ മാതൃകയിൽ കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തരൂർ നിർദ്ദേശിച്ചത് ദേശീയഗാനത്തോടുള്ള അവഹേളനമായിട്ടാണ് പലരും കണ്ടത്. ഒടുവിലത് പരാതിയായി എറണാകുളം അഡീഷണൽ CJM കോടതിയിൽ വരെ പരാതി എത്തി. രാജ്യം നെഞ്ചിലാണെന്നും അതുകൊണ്ടാണ് ആ നിമിഷം അങ്ങനെ ചെയ്തതെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് തരൂർ ആ വിവാദത്തിന് തിരശീലയിട്ടത്. കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഇതിനിടയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായി. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം 3 മാസം ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചത് വിവാദമായി. സ്വന്തം കീശയിൽ നിന്നാണ് പണം മുടക്കുന്നത് എന്ന് വാദിച്ച തരൂരിനെ പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് സർക്കാർ സംവിധാനത്തിലേക്ക് മാറ്റി. കൊച്ചി IPL ടീമുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്ന് 2010 വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. IPL ചെയർമാൻ ലളിത് മോദിയാണ് ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് തരൂർ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. പിന്നാലെയായിരുന്നു സുനിത പുഷ്കറുമായുള്ള വിവാഹം. 2012 തരൂർ കേന്ദ്രമന്ത്രിസഭയിൽ മടങ്ങിയെത്തി. മനുഷ്യവിഭവശേഷി സഹമന്ത്രിയായിട്ടായിരുന്നു തിരിച്ചുവരവ്. വിമാനത്തിൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഇക്കണോമിക് ക്ലാസിനെ തരൂർ കന്നുകാലി ക്ലാസ് എന്ന് വിശേഷിപ്പിച്ച ട്വീറ്റ് ചെയ്തതും വിവാദമായി. കോൺഗ്രസ് നേതൃത്വം ചെലവ് ചുരുക്കൽ നടപടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്വീറ്റ്. നമ്മുടെ എല്ലാ വിശുദ്ധ പശുക്കളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കന്നുകാലി ക്ലാസിൽ യാത്ര ചെയ്യണം എന്നാണ് തരൂർ ട്വീറ്റ് ചെയ്തത്. അനുചിതമെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വിലയിരുത്തലുണ്ടായി. തുടർന്ന് തരൂർ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. പക്ഷേ വിമാനയാത്രക്കാരെ കുറിച്ചല്ല പറഞ്ഞതെന്നും യാത്രക്കാരെ കന്നുകാലികളായി കാണുന്ന വിമാന കമ്പനികളെയാണ് ഉദ്ദേശിച്ചതെന്നും എല്ലാവരും അത് തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുമാണ് തരൂർ പറഞ്ഞത്. അതേസമയം തന്നെ ശശി തരൂരിൻ്റെ വ്യക്തിജീവിതവും വിവാദങ്ങളിൽ കുരുങ്ങി.
പാക് മാധ്യമപ്രവർത്തക മെഹർ തരാറുമായി തരൂറിന് ബന്ധമുണ്ടെന്നും ഇത് സുനന്ദ പുഷ്കറുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയെന്നും ആരോപണം ഉയർന്നു. 2014 ഭാര്യ സുനന്ദ പുഷ്കറിനെ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തരൂർ വലിയ വിവാദങ്ങൾ നേരിട്ടു. 4 വർഷത്തിന് ശേഷം 2018 ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തി. 3 തവണ MP ആയ അദ്ദേഹത്തെ 2021 ഓഗസ്റ്റിൽ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കി. എന്നാൽ ഈ വിവാദങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ശശി തരൂർ എന്ന നേതാവിനെ അളക്കാനാകില്ല. മോദി സർക്കാരിന്റെ നയങ്ങളെയും BJPയുടെയും RSSന്റെയും രാഷ്ട്രീയത്തെയും പാർലമെന്റിനകത്തും പുറത്തും തരൂർ എതിർക്കാറുണ്ട്. അതേസമയം എതിരാളികളുടെ നേട്ടങ്ങളെ പരസ്യമായി അഭിനന്ദിക്കാനും തരൂർ മടി കാണിക്കാറില്ല. നരേന്ദ്രമോദിയെ വിമർശനപരമായി സമീപിച്ച ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം എഴുതിയ അതേ തരൂർ അതിശയകരമായ വീര്യവും ചടുലതയുമുള്ള മനുഷ്യൻ എന്നാണ് മോദിയെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രശംസിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പരസ്യമായി പ്രകീർത്തിക്കാൻ പ്രതിപക്ഷം മടിച്ചു നിന്നപ്പോൾ തെല്ലും ശങ്കയില്ലാതെ അഭിനന്ദിക്കാൻ കാണിച്ച മനസ്സുണ്ട് തരൂരിന്. യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണം പങ്കുവച്ചതിന്റെ പേരിലും പാർട്ടിയിൽ നിന്നടക്കം തരൂരിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അവിടെയും നിഷ്പക്ഷ രാഷ്ട്രീയ ബോധമുള്ളവർ തരൂരാണ് ശരി എന്ന് വിളിച്ചു പറഞ്ഞു. കേരളത്തിലെ ഇടത് സർക്കാരിനെ തരൂർ അടച്ചാക്ഷേപിക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യക്ഷമതയുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം വാക്ക് നൽകിയാൽ ഉറപ്പായും പാലിക്കുമെന്നും തരൂർ പറയുകയുണ്ടായി. എന്നാൽ പിണറായി കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ ശക്തമായി എതിർക്കാനും തരൂർ മറന്നിട്ടില്ല. രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളവരോട് എല്ലാ കാര്യത്തിലും നിസ്സഹകരണമല്ല, സംവാദമാണ് വേണ്ടതെന്നാണ് തരൂരിന്റെ നിലപാട്. കോൺഗ്രസിൽ സമൂലമായ മാറ്റങ്ങൾ വേണമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ തരൂർ മടികാട്ടിയില്ല. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു അധ്യക്ഷൻ കോൺഗ്രസിൽ ഉണ്ടായെങ്കിൽ അതിൽ തരൂരിന്റെ പങ്ക് വ്യക്തമാണ്. കേരളത്തിലേക്ക് ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയ വെറും ഒരു ബൊമ്മയല്ല തരൂർ എന്ന ഈ പ്രവർത്തികളിലൂടെ തന്നെ വ്യക്തം. തെരഞ്ഞെടുപ്പുകളിൽ അടിക്കടി പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിലം പരിശായ കോൺഗ്രസിന് പ്രാണൻ നിലനിർത്താൻ തരൂരിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും തരൂരിന്റെ ശക്തി അവരൊക്കെ തന്നെയാണ്.